ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പൈത്തണെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൈത്തൺ യൂസർ ഇൻപുട്ടും സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു യൂസറിന് ഇൻപുട്ട് കൊടുക്കാനും ആ ലാംഗ്വേജിന് അത് പ്രോസസ് ചെയ്യാനും കഴിയണം, എങ്കിലേ ഒരു ലാംഗ്വേജ് പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ആ മേഖല കവർ ചെയ്യും. എന്നിട്ട് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്താണെന്നും കവർ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ഇത്രയാണ്. എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ, എന്താണ് സ്ട്രിംഗ് ഫോർമാറ്റിംഗ്, അല്ലെ എങ്ങനെ സ്ട്രിംഗ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം ഈസി ആയിട്ട്, മൾട്ടിപ്പിൾ വാല്യൂസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ട്രിംഗ് ഫോർമാറ്റിംഗിൽ, ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ സ്ട്രിംഗ്, അതേപോലെ തന്നെ നെയിംഡ് ഇൻഡെക്സസ് അതെങ്ങനെ ആഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഞാനൊരു ന്യൂ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേസിൽ, പൈത്തണിന്റെ കേസിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു യൂസറിന് അതിൻ്റെ ഇൻപുട്ട് അല്ലെ ഒരു യൂസറിൻ്റെ ഇൻപുട്ട് കളക്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പൈത്തൺ നമുക്ക് ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇൻപുട്ട്. ഈ ഇൻപുട്ട് ഫംഗ്ഷനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന മെസ്സേജ് പാസ് ചെയ്യാം. Okay, enter your name, enter your message or whatever who you are message. Okay, ഈ ഇൻപുട്ട് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഒരു യൂസർ ഇൻപുട്ടിനകത്ത് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം. നമുക്കതിനെ ഇൻപുട്ട് എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് മെസ്സേജ്. ഓക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ കണ്ടോ, എൻ്റർ യുവർ മെസ്സേജ്. ഇത് കമാൻഡ് പ്രോംപ്റ്റിലാണെങ്കിലും എൻ്റർ യുവർ മെസ്സേജ് എന്ന് വരും. നമ്മൾ അവിടെ കൊടുത്ത വാല്യൂ എൻ്റർ യുവർ മെസ്സേജ് ഇൻസൈഡ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇനി നമ്മുടെ ഇൻപുട്ടിനായിട്ട് ഒരു യൂസർ ഇൻപുട്ടിനായിട്ട് വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഈ പ്രിന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. വെൽക്കം, ഞാനിപ്പോൾ ഒരു മെസ്സേജ് വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, അത് പ്രിന്റ് ചെയ്തു. കണ്ടോ. സോ ഇൻപുട്ട്, സിംപ്ലി ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസർ ഇൻപുട്ടിനായിട്ട് പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വേർഷൻ്റെ ബേസിലായിരിക്കും ഈ ഫംഗ്ഷൻ. കാരണം ഇപ്പം നിങ്ങളൊരു 2.7 അതിന് താഴെയുള്ള 2.7 അതിന് താഴെയുള്ള വേർഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പൈത്തണിൻ്റെ, അതിൻ്റെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോ ഇൻപുട്ട് എന്നാണ് പേര്. അത് 3.4ഉം 3.3ൻ്റെ മുകളിലോട്ടുള്ള ഫംഗ്ഷൻസിനകത്ത് അല്ലെ ഫയൽസിനകത്ത് പൈത്തൺ വേർഷനകത്ത് ഇൻപുട്ട് എന്നായി ആ ഫംഗ്ഷൻ. ഇത് ഡെപ്രിക്കേറ്റ് ചെയ്തതല്ല. ഇപ്പം പൈത്തൺ 2 തന്നെ ഓൾമോസ്റ്റ് സപ്പോർട്ട് അവസാനിച്ചു. അപ്പോൾ പൈത്തൺ 3 തന്നെ യൂസ് ചെയ്യുക. പൈത്തൺ 3ക്കകത്ത് ഇൻപുട്ടാണ് ഫംഗ്ഷൻ, റോ ഇൻപുട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് ഈ നിങ്ങൾ ആരെങ്കിലും പൈത്തൺ പ്രീവിയസ് വേർഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പൈത്തൺ 2 വേർഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് റോ ഇൻപുട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻപുട്ടിൻ്റെ കേസ്. ഇനി നമുക്ക് നോക്കാനുള്ള സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ആണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച്, ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് TXT ആഡ് ചെയ്യാം. വെൽക്കം ടു പൈത്തൺ. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ യൂസർ നെയിം വെൽക്കം ടു പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് ഞാനൊരു സ്ട്രിങ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന TXT. ഇപ്പോൾ യൂസർ നെയിം വെൽക്കം ടു പൈത്തൺ ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്ത് ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക് ആയിട്ട് ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പം ഞാൻ നേരത്തെ ആഡ് ചെയ്ത യൂസർ എന്നുള്ള അല്ലെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെ തുടങ്ങാം. ഇൻപുട്ടിനകത്ത് എൻ്റർ യുവർ നെയിം. ഓക്കെ, അന്നേരം ഈ യൂസർ എന്നുള്ളതിനകത്ത് നെയിം ആഡ് ചെയ്യണം. അത് ഇവിടെ റീപ്ലേസ് ചെയ്യണം. ഇവിടെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്നറിയോ, ഇതിനകത്ത് ഫോർമാറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർമാറ്റ്, ആ ഫോർമാറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോർമാറ്റ് സ്ട്രിങ്ങിൻ്റെ കൂടെ നമുക്ക് അപ്പൻഡ് ചെയ്യാം. അത് ഈ ഓപ്പൺ ക്ലോസ് ബ്രേസസിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഓപ്പൺ ക്ലോസ് ബ്രേസസ് റീപ്ലേസ് ചെയ്ത് ഒരു വാല്യൂ ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ മെസ്സേജ് യൂസർ നെയിം ആണല്ലോ വേണ്ടത്. അപ്പോൾ യൂസർ എന്നുള്ള ഇൻപുട്ട്, ഈ യൂസറിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ആഡ് ചെയ്ത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി റൺ ചെയ്ത് നോക്കാം. യൂസർ നെയിം ജസ്റ്റ് വിനോദ് എന്ന് ആഡ് ചെയ്യുന്നു, ഞാൻ എൻ്റർ ചെയ്യുന്നു,
വിനോദ് വെൽക്കം ടു പൈത്തൺ ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ പറയുന്ന ഓപ്പൺ ക്ലോസ് ബ്രേസസ് റീപ്ലേസ് ചെയ്ത് ഈ യൂസർ വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പൈത്തൺ അല്ലെങ്കിൽ പൈത്തൺ എന്നുള്ളത് ഇപ്പം മറ്റേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനും പാസ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി? അത് ഈ ഫോർമാറ്റ് ഫംഗ്ഷനകത്ത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വിനോദ് വെൽക്കം ടു പൈത്തൺ ട്യൂട്ടോറിയൽ. ഞാൻ ഈ ജസ്റ്റ് ഈ പേര് ഈ യൂസർ എന്നുള്ള ഫംഗ്ഷൻ റിമൂവ് ചെയ്യുകയാണ്. പകരം അവിടെ സ്ട്രിങ് ആയിട്ട് തന്നെ പാസ് ചെയ്യാം. എവറി ടൈം അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. അപ്പം വേറൊരു പേര് ആഡ് ചെയ്യുന്നു, വിഷ്ണു. ഓക്കെ, റൺ ചെയ്യുന്നു പൈത്തൺ. ഇനി നിങ്ങൾക്ക് അത് ജാവ ആക്കണമെങ്കിൽ ജസ്റ്റ് ജാവ വിഷ്ണു വെൽക്കം ടു ജാവ ട്യൂട്ടോറിയൽ. അപ്പം സ്ട്രിങ്ങിനെ ഫോർമാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫോർമാറ്റ് ഫംഗ്ഷനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കാം. ഓരോ പാരാമീറ്റേഴ്സിനും അതിൻ്റെതായ ഓപ്പൺ ക്ലോസ് ബ്രേസസിന് റീപ്ലേസ് ചെയ്യും. അത് ഈ പ്ലേസിൽ അത് ആ വാല്യൂസ് ആഡ് ചെയ്യും. അപ്പോൾ ഇതിന് മറ്റൊരു രീതി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ ഇപ്പം 1 0 സ്റ്റാർട്ട് ചെയ്യാം. 0 എന്ന് പറയുന്നതിൻ്റെ 0th പൊസിഷനിൽ ഇവിടുത്തെ 0 വാല്യൂയിലുള്ള ഈ 0th വാല്യൂയിലുള്ളത് ആഡ് ആവും, ഇൻഡെക്സിലുള്ളത് ആഡ് ആവും, ഇത് ഫസ്റ്റ് പ്ലേസിലുള്ളത് ആഡ് ആവും. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ സെയിം റെസ്പോൺസ് ആണ്. ഇനി ഇൻ കേസ് ഞാൻ ഇവിടെ വീണ്ടും 0 ആക്കുകയാണെങ്കിലോ, ജസ്റ്റ് റൺ ചെയ്യാം. ഈ 0th പൊസിഷനിലുള്ള ഇൻഡെക്സിലുള്ള വാല്യൂ തന്നെ 2 പ്ലേസിൽ ആഡ് ആയി. കണ്ടോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻഡെക്സ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിംഡ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ യൂസ് ചെയ്യാം. ഇപ്പൊ നെയിംഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂസർ ഈക്വൽ ടു വിഷ്ണു എന്ന് ഞാൻ കൊടുത്ത്, അതേപോലെ തന്നെ ലാങ് ഈക്വൽ ടു ജാവ എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ ഇൻഡെക്സിന് വരെ എന്ത് യൂസ് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് യൂസർ, അതേപോലെ തന്നെ ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ലാങ്. ഓക്കെ, റൺ ചെയ്യാം, സെയിം റെസ്പോൺസ്. അപ്പൊ ഇതാണ് നെയിംഡ് ഇൻഡെക്സിങ്. ഇപ്പൊ നെയിംഡ് ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് ഇവിടെ തന്നെ പാസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പകരം എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യുന്നതിനകത്ത് തന്നെ നമുക്കിത് പാസ് ചെയ്ത് കൊടുക്കാം. റൺ ചെയ്താൽ റെസ്പോൺസ് വരെ കണക്കാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷനകത്ത് തന്നെ സ്ട്രിങ് ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. യൂഷ്വലി നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഇപ്പോൾ സ്ട്രിങ് കൺകാറ്റിനേഷൻ ആണ് നമ്മളൊരു സ്ട്രിങ്ങിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ആളുകൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളത് txt ഈക്വൽ ടു എന്ത് യൂസ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ കോമയ്ക്ക് മുന്നിൽ ഒരു യൂസർ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഡൈനാമിക് ആയിട്ട് വേരിയബിൾ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? യൂസർ എന്നുള്ളതിനകത്ത് യൂസർ പ്ലസ് ഇത് ആഡ് ചെയ്യുന്ന വെൽക്കം ടു എന്നുള്ള ട്യൂട്ടോറിയലിനിടയ്ക്ക് ലാംഗ്വേജ് വരണമെങ്കിൽ ലാങ് എടുക്കുന്നു, പ്ലസ് പ്ലസ് ലാങ് ആഡ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വരുന്നു. ഓക്കെ, ഇപ്പം ഇത് ഞാൻ കമൻറ്റ് ചെയ്യാം. ഇനിയും ടെക്സ്റ്റ് പ്രിന്റ് ചെയ്താലും വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെയിം ലാങ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മളിത് മെൻഷൻ ചെയ്തില്ലല്ലോ, സോറി, വേരിയബിൾ ഡിഫൈൻ ചെയ്തില്ല. ഇവിടെ നമ്മൾ അതിന് മേളിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു, വേരിയബിൾ. അപ്പം സെയിം. അപ്പം ഇങ്ങനെയാണ് കൺകാറ്റിനേഷൻ സാധാരണ സ്ട്രിങ്ങിനകത്ത് മോസ്റ്റ് പ്രോബ്ലി ചെയ്യുന്നത്. സ്ട്രിങ് കൺകാറ്റിനേഷന് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മെത്തേഡ്. നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് എന്ത് ചെയ്യാം? ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് അങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡും യൂസ് ചെയ്യാം പൈത്തൺ 3-കകത്ത്. എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് സിമ്പൽ. പെർസെൻറ്റേജ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്സ്റ്റ് ഈക്വൽ ടു നമ്മൾ ഈ ക്വറി നമ്മുടെ സ്ട്രിങ് അതേ കണക്ക് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് എസ് ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ പെർസെൻറ്റേജ് എസ് ആഡ് ചെയ്യും. ഇപ്പോൾ സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ് ഇട്ടിട്ട് ഒരു ടപ്പിളിനകത്ത് ഏതൊക്കെ വാല്യൂസ് പാസ് ചെയ്യണം. ഇപ്പോൾ യൂസർ കോമ അതേപോലെ ലാങ്, ഈ വാല്യൂസ് പാസ് ചെയ്യാം. ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ സെയിം ഔട്ട്പുട്ട്. അപ്പം കൺകാറ്റിനേഷനകത്ത് ഇങ്ങനെ സ്ട്രിങ് ഫോർമാറ്റ് ചെയ്യേണ്ട കേസിൽ മോസ്റ്റ് പ്രോബ്ലി ഇത് ഒരു സ്റ്റാൻഡേർഡ് വേ അല്ല പ്ലസ് ആഡ് ചെയ്യുന്നത്. പകരം ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, പെർസെൻറ്റേജ് സിമ്പൽ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഫോർമാറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് പഠിച്ച് ഇൻഡെക്സ് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിച്ച് ഫോർമാറ്റ് ഫംഗ്ഷനകത്ത്, നെയിംഡ് ഇൻഡെക്സുകൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച്, ഇപ്പം പെർസെൻറ്റേജ് വെച്ചിട്ട് എങ്ങനെ സ്ട്രിങ് കൺകാറ്റിനേഷൻ നടത്താമെന്ന് പഠിച്ച്, സിംപ്ലി പ്ലസ് യൂസ് ചെയ്ത് എങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇൻപുട്ട് എടുക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് ഇന്നത്തെ മൊഡ്യൂളിനകത്ത്.
അപ്പോൾ ഇതും ഇൻപുട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് പലയിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നോട്ട് ചെയ്യുക. അപ്പം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കാരണം ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യും. അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ ബൈ.